പാരഗ്രാഫ് ടാഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഹെഡിങ് ടാഗ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പി എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഇത് തന്നെ നോക്കുക, ഈ ടെക്സ്റ്റ് തന്നെ നോക്കുക. ഇവിടെ എന്തുണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്, പിന്നെ അവിടെ എന്തുണ്ടാവും, ഇതൊരു പാരഗ്രാഫ്. ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് മൂന്നാമത്തെ പാരഗ്രാഫ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ വെബ് പേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാരഗ്രാഫ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പി എന്നുള്ള ടാഗ് ഉപയോഗിച്ച് നമ്മൾ പറയണം. നമ്മുടെ പാരഗ്രാഫ് എവിടെയാണ് തുടങ്ങുന്നത്, നമ്മുടെ പാരഗ്രാഫ് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നമ്മൾ പറയണം. അപ്പൊ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നതിൽ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സാധാരണ അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, അവിടെ ഒന്നിലധികം സെന്റൻസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ എല്ലാ സെന്റൻസിനെയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു പാരഗ്രാഫ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം ഒരു പാരഗ്രാഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അടുത്ത പാരഗ്രാഫ്. അപ്പൊ നമുക്കറിയാം, ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും, അവിടെ സാധാരണയായിട്ട് ഒരു പുതിയ ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പി ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ പാരഗ്രാഫ് കഴിഞ്ഞു കഴിയുമ്പോഴും എന്തായിരിക്കും, ആ പാരഗ്രാഫിന് മുന്നേയും ആ പാരഗ്രാഫിന് കഴിഞ്ഞിട്ടും ഒരു ബ്ലാങ്ക് ലൈൻ ആഡ് ചെയ്യും. അപ്പം ഓരോ പാരഗ്രാഫും എന്താണ്, ഒരു പുതിയ ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പം പി ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പി ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു പാരഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ സെന്റൻസസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ലൈൻ മാത്രം. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരൊറ്റ സെന്റൻസ് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. അപ്പം ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പി എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. നമ്മൾ എത്ര സെന്റൻസ് ആണോ ആ പാരഗ്രാഫിൽ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ സെന്റൻസ് എല്ലാം കൂടെ എഴുതി തീർക്കുക. എഴുതി തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പി എന്നുള്ള ടാഗിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. പി ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സെന്റൻസിനെ എല്ലാം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഗ്രൂപ്പ് ചെയ്തു, ഒരു പാരഗ്രാഫ് ആക്കി. ആ പാരഗ്രാഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പി എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അടുത്ത പാരഗ്രാഫ് വരുമ്പോൾ പിന്നെയും അതേപോലെ തന്നെ പുതിയൊരു പി ടാഗ് യൂസ് ചെയ്ത് പുതിയൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പാരഗ്രാഫായിട്ട് നമ്മുടെ വെബ് പേജിൽ ഉള്ള കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി ടാഗ് എന്തിനാണ്, പാരഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പി ടാഗ്. നമ്മുടെ പാരഗ്രാഫിൽ എത്ര സെന്റൻസ് ഉണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഈ പി എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ പി ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ചില വെബ് ബ്രൗസറിൽ പി ടാഗ് ക്ലോസ് ചെയ്യാതെയും കാണുന്നുണ്ട്. എറർ മിക്കവാറും കാണിക്കില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, പി ടാഗ് ഓപ്പൺ ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ആ ടാഗ് ക്ലോസ് ചെയ്യുകയും വേണം. ഇനി ഓരോ പാരഗ്രാഫ് കഴിഞ്ഞു കഴിയുമ്പോഴും എന്തായിരിക്കും, ഒരു ബ്ലാങ്ക് ലൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആര് ആഡ് ചെയ്യും, ബ്രൗസർ ആഡ് ചെയ്യും. അപ്പൊ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒരു ബ്ലാങ്ക് ലൈൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ എക്സാമ്പിൾ നമുക്കറിയാം, ഡോക്യുമെന്റ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ HTML ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിലാണ് എഴുതുന്നത്, HTML എന്നുള്ള ടാഗിന്റെ അകത്താണ് എഴുതുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്തു, HTML എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് എന്നുള്ള ടാഗ് എഴുതി. ഹെഡിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതും, ടൈറ്റിൽ എഴുതും. ടൈറ്റിലിൽ നമ്മൾ എന്താണ് പറയുന്നത്, പാരഗ്രാഫ്, നമ്മുടെ വെബ് പേജിന്റെ ടൈറ്റിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ടൈറ്റിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ക്ലോസ് ചെയ്തു, ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബോഡി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യുക. അതിന്റെ അകത്ത് നമ്മൾ 2 പാരഗ്രാഫാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. പി ടാഗ് ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിലും കൊടുത്തു, ഒരു പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിൽ കൊടുത്തു. പാരഗ്രാഫ് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഒരു ഓപ്പണിംഗ് ടാഗും ഉണ്ടായിരിക്കും, പിന്നെ എന്ത് ചെയ്തു, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഓപ്പണിംഗ് ടാഗിന്റെ അകത്തും ക്ലോസിംഗ് ടാഗിന്റെ അകത്തും സ്റ്റാർട്ട് ടാഗിന്റെയും എൻഡ് ടാഗിന്റെയും ഇടയ്ക്ക് വരുന്ന ഇത്രയും കണ്ടന്റ്സ് എന്തായിട്ടായിരിക്കും, ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ അടുത്ത പാരഗ്രാഫ് ഇവിടെ പി വെച്ചിട്ട് നമ്മൾ പുതിയ ടാഗ് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മുടെ കണ്ടന്റ്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ പാരഗ്രാഫ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, പി എന്നുള്ള ടാഗ് ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അത് നമ്മുടെ വെബ് പേജിന്റെ ഹൈറ്റും വിഡ്ത്തും അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ നമ്മുടെ വെബ് പേജ് നമുക്കറിയാം,
ഒരൊറ്റ ലൈനിലായിരിക്കും മിക്കവാറും ഇത് കിട്ടുന്നത്. കാരണം അത്രയും ഹൈറ്റും വിഡ്ത്തും ആ വെബ് പേജിൽ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് ഒരൊറ്റ ലൈനിലായിട്ട് തന്നെയായിരിക്കും മിക്കവാറും കിട്ടുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ നമുക്ക് ഒന്ന് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഞാനൊരു നോട്ട് പാഡിലേക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സേവ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. പാരഗ്രാഫ് ടാഗ് എന്നുള്ള പേരിലാണ്. HTML എന്നുള്ള എക്സ്റ്റൻഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് കാണാത്തത്. പാരഗ്രാഫ് ടാഗ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, .html എന്നുള്ള എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് അതിനെ സേവ് ചെയ്യുക. ഇനി നമുക്ക് HTML-ൻ്റെ അകത്ത് നമുക്കറിയാം ഹെഡ് എന്നുള്ള ടാഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ എഴുതി, പിന്നെ ബോഡി ടാഗിൻ്റെ അകത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, 2 പാരഗ്രാഫ്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പാരഗ്രാഫ്. ഇതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് പാരഗ്രാഫ്. അപ്പം ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കാണണം. ഇതിൻ്റെ അകത്ത് എത്ര ലൈൻസ് ഉണ്ട്, 2 ലൈൻസ് ഉണ്ട്. ഈ 2 ലൈൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ P എന്നുള്ള ടാഗിൻ്റെ അകത്ത് എഴുതണം. P ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു പാരഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു പാരഗ്രാഫ് തുടങ്ങുവാണ്. അപ്പോൾ അത് പുതിയ പാരഗ്രാഫ് തുടങ്ങുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, P എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, P എന്നുള്ള ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒരു പാരഗ്രാഫിന്റെ ഫോർമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, പാരഗ്രാഫ് ടാഗ് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് പലർക്കും കൺഫ്യൂഷൻ വരും. ഒരു കാര്യം മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുക, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ട കണ്ടന്റ്സ് അത് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഈ ടാഗ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഹെഡിങ് ആണോ, അത് പാരഗ്രാഫ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പാരഗ്രാഫിന്റെ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. പക്ഷെ ഇത് ഹെഡിങ് അല്ല പാരഗ്രാഫ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, പാരഗ്രാഫ് ടാഗ് നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഹെഡിങ് ആണോ, അത് പാരഗ്രാഫ് ആണോ, അത് ഇമേജ് ആണോ, അത് ഓഡിയോ ആണോ, അത് വീഡിയോ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു ടാഗ് ഉപയോഗിച്ച് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ബ്രൗസർ ഇത് ഓരോന്നും നോക്കും. നോക്കി കഴിഞ്ഞിട്ട് ഈ കിടക്കുന്ന എന്താണ്, ഇപ്പൊ ഡിസ്പ്ലേ പാരഗ്രാഫ് എന്നുള്ളത് ടൈറ്റിലിന്റെ എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അത് ഹെഡിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് എന്ത് ചെയ്യും, അത് ടൈറ്റിൽ എന്നുള്ള ടാബിന്റെ അകത്ത് മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഈ ബോഡിക്കകത്ത് ഇത് പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം ബ്രൗസർ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു പാരഗ്രാഫ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ബ്രൗസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കിട്ടുന്നത്. ഡിസ്പ്ലേ പാരഗ്രാഫ് എന്നുള്ളതായിരുന്നു നമ്മുടെ ടൈറ്റിൽ. അത് നമുക്ക് ടൈറ്റിലിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ കൊടുത്തിരിക്കുന്ന 2 പാരഗ്രാഫ് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന അതേ ഫോർമാറ്റിൽ കിട്ടത്തില്ല. ഇപ്പോൾ ഇത് ഞാൻ നോട്ട് പാഡിൽ ഇങ്ങനെയൊക്കെ എഴുതി ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് ഈ ലൈനിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി പോകാതെ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ലൈനിലേക്ക് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. പക്ഷെ ഇതുപോലെയുള്ള ഫോർമാറ്റിംഗ് ഒന്നും ആര് കൺസിഡർ ചെയ്യത്തില്ല, വെബ് പേജ് നമ്മുടെ ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. ബ്രൗസർ എന്ത് ചെയ്യും, ദിസ് പാരഗ്രാഫ് ഹാസ് മൾട്ടിപ്പിൾ ലൈൻസ് എന്നുള്ളത് ഒരൊറ്റ സെന്റൻസ് ആയിട്ട് അങ്ങ് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത് തുടങ്ങുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ലൈൻസ് ഉണ്ട്, 2 ലൈൻസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെബ് പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ അകത്ത് ഇത്രയും സ്പേസ് ഉണ്ട് അല്ലെ, ഇത്രയും വലിയൊരു ഏരിയയിലാണ് നമുക്ക് നമ്മുടെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും നമുക്ക് ഒരേ വെബ് പേജ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും അല്ലെ. ഫോണിൻ്റെ അത്രയും സ്ക്രീനിൻ്റെ സൈസ് നമുക്ക് അല്ല, ലാപ്ടോപ്പിന്റെ അത്രയും സ്ക്രീനിന്റെ സൈസ് നമുക്ക് എവിടെ കിട്ടത്തില്ല, ഫോണിൽ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഈ വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു ഏരിയ ഇവിടെ കിടപ്പുണ്ട്, ഇത്രയും വലിയൊരു ഏരിയ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, ഈ 2 സെന്റൻസും ഒരൊറ്റ ലൈനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അത് ഒരൊറ്റ ലൈനിൽ ഡിസ്പ്ലേ ചെയ്തു. അടുത്ത പാരഗ്രാഫാണ് അല്ലെ, അടുത്ത പാരഗ്രാഫാണ്. അപ്പൊ അടുത്ത പാരഗ്രാഫും അതുപോലെ തന്നെ 2 ലൈൻസ് അതിൻ്റെ അകത്തും ഉള്ളൂ, അതും 2 സെന്റൻസ് അതിൻ്റെ അകത്തുള്ളൂ, അതും ഒരൊറ്റ ലൈനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി നമ്മൾ പറഞ്ഞു, ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്ക് ലൈൻ ആഡ് ചെയ്യുന്നു പറഞ്ഞു. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. ഇനി ഞാൻ ഈ ഒരു ടാഗ് നമുക്കൊന്ന്
ഡിലീറ്റ് ചെയ്ത് നോക്കാം. 2 പാരഗ്രാഫ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ 2 പാരഗ്രാഫ് എന്നുള്ളത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതും ഡിലീറ്റ് ചെയ്തു അല്ലേ, ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര ടാഗേ ഉള്ളൂ? ഒരു പാരഗ്രാഫേ ഉള്ളൂ. ഒരു പി ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു പി ടാഗ് എന്നുള്ളത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് നടുക്ക് വരുന്ന എല്ലാ കണ്ടന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് എന്താണ്, ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഈ പേജിനെ ഒന്ന് റീലോഡ് ചെയ്യുക. കണ്ടോ, അപ്പോൾ നേരത്തെ എന്ത് ചെയ്തു, രണ്ടും 2 പാരഗ്രാഫ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇപ്പം എന്ത് ചെയ്തു, എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് എല്ലാ സെന്റൻസിനെയും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4 സെന്റൻസ് ഉണ്ട്. 4 സെന്റൻസ് ഒരൊറ്റ ലൈനിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് നമ്മുടെ വെബ് പേജിന്റെ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിന്റെ സൈസൊക്കെ അനുസരിച്ച് മാറിയിരിക്കും എത്ര ലൈൻസ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. അപ്പോഴും നിങ്ങൾക്കൊരു സംശയം വരും, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസ് എന്താണ് നമ്മുടെ വെബ് പേജിലേക്ക് വരാത്തത്? സാധാരണ രീതിയിൽ ഇതുപോലെ വരുന്ന ബ്ലാങ്ക് സ്പേസസിനെ നമ്മുടെ വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. വെബ് ബ്രൗസർ എന്ത് ചെയ്യും, അതിനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസ് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫോർമാറ്റിംഗ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. ഒരു പാരഗ്രാഫ് ടാഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, അതിനെ പാരഗ്രാഫായിട്ട് തന്നെ അങ്ങ് പ്രിന്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടോ കാര്യങ്ങളൊന്നും ആരും നോക്കത്തില്ല, വെബ് ബ്രൗസർ നോക്കത്തില്ല. അപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്പേസ്, ഇത് ഞാൻ നോട്ട് പാഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഞാൻ കൊടുത്ത സ്പേസ് ഒന്നും ആരും കൺസിഡർ ചെയ്യത്തില്ല, വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ഇനി അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് പറ്റത്തില്ല. എനിക്ക് ഈ കിടക്കുന്ന സാധനം ഇതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാഗ് ഉണ്ട്, ആ ടാഗിന് പ്രിസർവ് ഫോർമാറ്റിംഗ് എന്ന് പറയും. ഞാൻ അടുത്ത ക്ലാസ്സിൽ പ്രിസർവ് ഫോർമാറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. എന്നാലും ഒരു എക്സാമ്പിൾ നോക്കിയിരിക്കുക. പ്രിസർവ് ഫോർമാറ്റിംഗ്, PRE എന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും നമ്മൾ എങ്ങനെ എഴുതുന്നോ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ സേവ് ചെയ്തു വെബ് ബ്രൗസറിൽ. ഇത് മുന്നത്തെ ഔട്ട്പുട്ടാണ് കേട്ടോ. പി ടാഗ് ഉപയോഗിച്ച് നമ്മൾ കണ്ട ഔട്ട്പുട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് ടാഗാണ് കൊടുത്തിരിക്കുന്നത്? പ്രിസർവ് ഫോർമാറ്റിംഗ് എന്നുള്ള PRE എന്നുള്ള ടാഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനൊന്ന് റീലോഡ് ചെയ്തു, കണ്ടോ, അന്നേരം നമുക്ക് കിട്ടി. നമ്മുടെ നോട്ട് പാഡിൽ നമ്മൾ എങ്ങനെ എഴുതി വെച്ചിരുന്നോ അതിലൊരു വെള്ളുള്ളി മാറ്റമില്ലാതെ നമുക്ക് ഇവിടെ അതേപോലെ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, സാധാരണ രീതിയിൽ വൈറ്റ് സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആര് കൺസിഡർ ചെയ്യത്തില്ല, വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ഒരു പാരഗ്രാഫിൽ നമ്മൾ കൊടുത്താലും ആ പാരഗ്രാഫിൽ എത്ര ലൈൻ ഉണ്ടോ അത് ആ വെബ് ബ്രൗസറിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ നമ്മൾ എന്ത് ഫോർമാറ്റിൽ കൊടുത്തോ, നമ്മൾ ഇടയ്ക്ക് സ്പേസ് ഒരു 5 or 6 ലൈൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും സ്പേസ് എല്ലാം എനിക്ക് എൻ്റെ വെബ് പേജിൽ കിട്ടിയേ മതിയാകത്തുള്ളൂ, ഞാൻ എന്താണോ നോട്ട് പാഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ എനിക്ക് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, പ്രിസർവ് ഫോർമാറ്റിംഗ് PRE എന്ന് പറയുന്ന ടാഗ് കൊടുക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ക്ലാസ് നമ്മൾ ചെയ്യാം. പ്രിസർവ് ഫോർമാറ്റിംഗ് കൊടുക്കുക. ഇതുപോലെ ഒന്നും ഫോർമാറ്റിംഗ് ഒന്നും നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു പി ടാഗ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ, പി ടാഗ് മാത്രമല്ല ഏത് ടാഗ് ആണെങ്കിലും എഴുതുന്നതെങ്കിൽ ഈ ഇടയ്ക്ക് വരുന്ന സ്പേസും നമ്മൾ ഈ ഇതിൽ വരുത്തിയിരിക്കുന്ന നോട്ട് പാഡിൽ നമ്മൾ എഴുതുമ്പോൾ വരുത്തുന്ന മാറ്റങ്ങളൊന്നും ആരും കൺസിഡർ ചെയ്യത്തില്ല, വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ഞാനിത് വെറുതെ ഒരു പി ടാഗ് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഫോർമാറ്റിംഗ് ഒന്നും അവർ നോക്കുന്നില്ല, ജസ്റ്റ് എല്ലാ ലൈനും ഓരോ സെൻറ്റൻസും ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. ഇതിനെ 2 പാരഗ്രാഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുക, പാരഗ്രാഫ് ക്ലോസ് ചെയ്യുക, അടുത്ത പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുക, എന്ത് ചെയ്യുക, അടുത്ത പാരഗ്രാഫ് ക്ലോസ് ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര പാരഗ്രാഫ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, P എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, അവസാനിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ P എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലോസ് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് പാരഗ്രാഫ് ടാഗ്. അത് നിങ്ങൾ എക്സാമ്പിൾസ് എടുത്ത് വർക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.